അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, മാമ്പുഴ മഹല്ല് കമ്മിറ്റിയിൽ ഇർഷാദുൽ ഉമ്മ സംഘത്തിന് കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫഹ്മിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രബോധന ദീനി പ്രചാരണ രംഗത്ത് വൈജ്ഞാനിക പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായൊക്കെ ആകർഷകവും ഫലപ്രദവും വ്യവസ്ഥാപിതവുമായ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി വ അൻത ഫീഹിം എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള വളരെ ശ്രദ്ധേയമായൊരു ക്യാമ്പയിനാണ് ഫഹ്മ് നേതൃത്വം കൊടുക്കുന്നത്. റബീഉൽ അവ്വൽ 1 ആരംഭിച്ച് 30 അവസാനിക്കുന്ന ഒരു മാസ കാലയളവിൽ വൈജ്ഞാനിക രംഗത്ത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ തലങ്ങളെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർക്ക് പഠിക്കാനും പരിചയപ്പെടാനും ഉപകരിക്കുന്ന വിധത്തിൽ ആകർഷകമായ പദ്ധതികൾ ഇതിൻ്റെ അണിയറ ശില്പികൾ ഫഹ്മിൻ്റെ നേതൃത്വം ആസൂത്രണം ചെയ്യുകയും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തോടുകൂടി, അഥവാ റബീഉൽ അവ്വൽ 1 എന്ന ഇന്നത്തെ ഈ ദിവസത്തോടുകൂടി വ അൻത ഫീഹിം ക്യാമ്പയിനിൻ്റെ ഔപചാരികമായ തുടക്കമാണ് കുറിക്കുന്നത്. ക്യാമ്പയിനിൻ്റെ ഭാഗമായി ആകർഷകമായ പദ്ധതികൾ ഫഹ്മ് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. ഇഷ്ക് മജ്ലിസും ആദർശ സെമിനാറും അതുപോലെ ഇഷ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫഹ്മിൻ്റെ പണ്ഡിതരായ യുവ പ്രതിഭകൾ തയ്യാറാക്കിയ ഇഷ്ക് എഴുത്തുകളും മൗലിദ് പഠനമടക്കമുള്ള സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർക്ക് പഠന കാര്യങ്ങളിൽ മികവ് പുലർത്തുന്നതിനും പഠന കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താനും ആവശ്യമായ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതം അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മഹാ അത്ഭുതമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ദീർഘമായ സംസാരത്തിലേക്ക് കടക്കുക എന്നുള്ളതല്ല ഈ ഔപചാരിക ഉദ്ഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് എത്ര പഠിച്ചാലും മതിയാകാത്ത, എത്ര പഠിച്ചാലും അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒരിക്കലും ഒളിമങ്ങാത്ത വിധത്തിലുള്ള മഹാത്ഭുതമായിട്ടാണ് നമുക്ക് കാണാനും കണ്ടെത്താനും കഴിയുക. ഒരു ഭാഗത്ത് പഠനങ്ങളിലൂടെ അത്ഭുതം കാണുമ്പോൾ തന്നെ ഒരുപക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട വ്യക്തിത്വം എന്നുള്ള സവിശേഷത കൂടി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. സവിശേഷതകൾ കൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകർ ലോകത്ത് അത്തുല്യരും നിസ്തുലരുമായി വ്യതിരക്തതയോടുകൂടി നിലകൊള്ളുമ്പോൾ തന്നെ, വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പ്രശോഭയോടുകൂടി നിലകൊള്ളുമ്പോൾ തന്നെ ഇസ്ലാമിക പ്രതിയോഗികൾ, പ്രവാചക വ്യക്തിത്വത്തിൻ്റെ എതിരാളികൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവിധ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. വിമർശനങ്ങൾക്ക് കാലങ്ങളിലൂടെ ഓരോ കാലത്തും പുതിയ രീതികൾ സ്വീകരിച്ച്, എന്നാൽ ഏത് രീതികൾ സ്വീകരിക്കുമ്പോഴും വിമർശനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഏതു കാലത്തും പ്രിയപ്പെട്ട പ്രവാചകർ വിമർശിക്കപ്പെട്ടത് ഏതാനും പരിമിതമായ പോയിന്റുകളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അടിസ്ഥാന തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത് ബോധ്യപ്പെടും. പഴയ കാലത്തെ വിമർശനങ്ങൾ എന്താണോ ആ വിമർശനങ്ങൾ തന്നെയാണ് പുതിയ കാലത്തും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയ പ്രയോഗങ്ങൾ, ഉപയോഗിക്കുന്ന വാചകങ്ങളിൽ ഒക്കെ ചെറിയ കാലത്തിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റങ്ങളെ കാണാൻ കഴിയും. വിമർശനങ്ങളുടെ തന്തുക്കളിൽ അതൊക്കെ ഏകദേശം ഒന്നായി മാറുന്നതാണ് കാണാൻ കഴിയുക. ഏതാണെങ്കിലും കാലം ഇതുവരെ നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞുപോയ പ്രവാചക വ്യക്തിത്വത്തിൻ്റെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളും പഠനവിധേയമാക്കപ്പെടുകയും അത് സമൂഹത്തിൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ രീതിയിൽ
ആ പഴയ ആശയങ്ങൾ തന്നെ പുതിയ ലേബലുകളിലൂടെ വിമർശിക്കപ്പെടുന്നു. ശത്രുക്കൾ, പ്രതിയോഗികൾ വിമർശനമായി ഉന്നയിക്കുന്നു. എങ്കിൽ പുതിയ തലമുറ ആ വിമർശനങ്ങൾക്ക് പുതിയ രീതിയിൽ അതിന് മറുപടി പറയുക എന്ന് പറയുന്ന ബാധ്യതയുണ്ട്. അതൊരു പണ്ഡിത ധർമ്മമാണ്. ആ പണ്ഡിത ധർമ്മം നിർവഹിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അൽ ഹസനാത്തിലെ മാമ്പുഴയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഫഹ്മിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർക്ക്, സാധാരണക്കാരടക്കമുള്ള വിവിധ തലങ്ങളിലുള്ളവർക്ക് പ്രവാചക വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇസ്ലാമിക ആദർശത്തിൻ്റെ മഹിമയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ആത്മീയമായ കരുത്തിൻ്റെ ശക്തിയുടെ സൗന്ദര്യവും ഒക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ പര്യാപ്തമാകുന്ന രൂപത്തിൽ ഈ ക്യാമ്പയിനിൻ്റെ വിവിധ കാര്യങ്ങൾ, വിവിധ പദ്ധതികൾ നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുമായൊക്കെ സർവാത്മന സഹകരിക്കുകയും പ്രചോദിപ്പിക്കുകയും ആവശ്യമായ പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ബാധ്യത. അത് നിർവഹിക്കണമെന്ന് വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം ഉപഭോക്താക്കളായി ഇതിൻ്റെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവ്വ നേട്ടങ്ങളുടെ സാധ്യതകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി കൂടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും ആത്മാർത്ഥമായ ഇടപെടലുകളും പരിശ്രമങ്ങളുമൊക്കെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കാൻ ഈ പ്രോദ്ഘാടന ചടങ്ങിൽ, ഈ പ്രാരംഭ സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംബന്ധമായി ഇത് സംബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വകാര്യങ്ങളും പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹു സ്വീകരിക്കുകയും കൂടുതൽ പ്രവാചക വ്യക്തിത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഇസ്ലാമിക ആദർശത്തെക്കുറിച്ചുള്ള പഠനങ്ങളുമൊക്കെ വളരെ കാലികമായി നടത്തുന്നതിനും നിർവഹിക്കുന്നതിനുമൊക്കെയുള്ള തൗഫീഖായി ഇതിലൂടെയൊക്കെ മാറണമെന്നുള്ള പ്രാർത്ഥന കൂടി ഈ സമയത്ത് നിർവഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യത്തോടുകൂടി ഈ മഹിതമായ ഈ ക്യാമ്പയിനിൻ്റെ അൻത ഫീഹിം ക്യാമ്പയിനിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നിർവഹിച്ചായി അറിയിക്കുകയും എല്ലാവരും പ്രാർത്ഥനകളിലും പിന്തുണകൾ കൊണ്ടും കൂടെ ഉണ്ടാകണമെന്ന് ഫഹ്മിന് വേണ്ടി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.